ദിവസങ്ങൾ ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോയാൽ രണ്ടു കൂട്ടർക്കും പ്രയാസം കൂടും. കേൾക്കുന്നില്ലേ? കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഇനിയും കേട്ടില്ല. രാശിപ്പെണ്ണോട് പറഞ്ഞാ മതി ഉത്തരം ഉണ്ടെങ്കിൽ. എന്റെ ശബ്ദം കേൾക്കില്ലേ നമ്പൂരാർക്ക്? ഞാൻ പറഞ്ഞ് ദാസിപ്പെണ്ണ് ആവർത്തിക്കുന്നതിലും എളുപ്പം ഇതല്ലേ? കുറ്റം ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദ്യം. ഇല്ല എന്ന് മറുപടി. ഗർഭിണിയാണ് എന്ന് കേൾക്കുന്നതിൽ സത്യാവസ്ഥ ഇല്ല എന്നാണോ സാധനം പറയുന്നത്? ചോദിക്കുമെന്നേ. സത്യമാണ്. ശ്രദ്ധിക്കണില്ലേ? കുറ്റം ചെയ്തിട്ടില്ല എന്നാണ് നടയെ പറഞ്ഞത്. കുറ്റം ചെയ്തിട്ടില്ല എന്നാണ് ഇപ്പോഴും പറയുന്നത്. സാധനം ഗർഭിണിയല്ലേ എന്ന് ചോദ്യം. അതെ എന്നുത്തരം. അതൊരു കുറ്റമല്ല എന്ന് തോന്നുന്നുണ്ടോ? ഗർഭമുണ്ടാവും, പ്രസവിക്കും. സ്ത്രീകളെ സൃഷ്ടിച്ചത് അങ്ങനെയല്ലേ? അത് ഈശ്വരന്റെ കുറ്റം. വിധവകൾ ഗർഭിണികളാവാറില്ല എന്ന് പ്രകൃതി നിയമമുണ്ട്, വേദ നിയമമുണ്ട്. പുരാണമൊക്കെ മറന്നോ പണ്ഡിതന്മാർ? വേദം സൃഷ്ടിച്ച വ്യാസമുനി പുത്രോത്പാദനം നടത്തിയത് വിധവകളിലല്ലേ? ഉത്തരവാദികൾ ആരൊക്കെ? വരപ്രസാദം കൊണ്ട് ദിവ്യഗർഭം വന്നു എന്നായിരിക്കും ഇനി പറയുന്നത്. പുരാണത്തിലല്ലേ പാണ്ഡിത്യം. കുറ്റക്കാരൊക്കെ? ആരൊക്കെ? പിഴപ്പിച്ചവരാരൊക്കെ എന്ന് പറയാൻ ഭാവമില്ലെങ്കിൽ ഭേദ്യം തുടങ്ങേണ്ടി വരും. ആരൊക്കെ? ആരൊക്കെ? പറഞ്ഞേക്കൂ. പലരും പേരോർമ്മയില്ല. പലരും പേരറിയാത്ത ചിലരോ പലരോ എന്ന് വെച്ച് വിധിയെഴുതാം. പേരെന്ത് ചെയ്യാൻ? ദോഷപ്പെടുത്തിയവരുടെ പേര് വിവരങ്ങൾ കിട്ടാതെ എന്ത് വിധി പറച്ചിൽ? പേര് പറയിപ്പിക്കണം, പറയാതെ നിർത്തരുത്. ഇനി എത്ര കാലായാലും പറ്റില്ല. പേരുകൾ പറയുന്ന വരെ ഭക്ഷണി, ആഹാരം ഇല്ല, ജലപാനം കൂടി കൊടുക്കരുത്. പാച്ചപ്പൻ ശ്രദ്ധിച്ചോളൂ. കൃഷളികള് ആരും കാണാതെ വല്ലതും 7 വിചാരണ നടത്തിയവനാ ഞാൻ. തോറ്റു മടങ്ങിയ ചരിത്രം ഇവിടെ വെച്ച് തുടങ്ങാൻ ഭാവമില്ല. അതെന്നെ ഒരു 1/4 കുപ്പി കൂടി വാങ്ങിക്കുന്നതാണോ? വേണ്ട മാധവേട്ടാ, ആ പുണ്യാശൻ അറിഞ്ഞാൽ. സമയായിട്ടില്ല, കൈയും കാലും വിറയ്ക്കണം. കൊണ്ടാ.
മാധവ, നിന്റെ പരശുരാമ ഉണ്ടച്ചിട്ടാ ഞാൻ വന്നത്. കേമാക്കണം. വിചാരണ പിന്നെയും നീളുകയാണത്രേ ഇല്ലത്ത്. പഠിച്ച പണിയൊക്കെ നോക്കിയിട്ടും ആദ്യന്മാര് കൂട്ടി ഒരാളുടെയും പേര് പറഞ്ഞില്ല. വല്ലാത്ത സാധനം. Next, Parashurama will come. This Madhavan is famous for Parashurama. വെരി ഗുഡ്. See? ആശാൻ, ഒരബദ്ധം പറ്റി. കുറച്ചു ദിവസമായിട്ട് എന്നാ അബദ്ധം പറ്റാത്തത്? ഒരിക്കൽ കൂടി നിന്നെ വിളിച്ച് എന്നെയാണ് പറയേണ്ടത്. കളി കാണാൻ ആരൊക്കെയാണ് വന്നിരുന്നെന്ന് അറിയോ? ഉദയശങ്കർ. കൽക്കത്തയിലേക്ക് കഥകളിക്കാരെ ക്ഷണിക്കാൻ വന്ന ഉദയശങ്കർ. ആരുടെ ശാപവും കൊണ്ടാ നീ ഇപ്പൊ അരങ്ങത്തേക്ക് വരുന്നതെന്ന് എനിക്കറിയില്ല. വയ്ക്കോ, ഇത് നിർത്തി വല്ല കന്നുപൂട്ടലോ കിളയ്ക്കലോ ഒക്കെ ആയി കുടുംബത്തിരിക്കുക ഭേദം. എന്റെ മുമ്പിൽ ഇനി കാണരുത്. വയ്ക്കോ. വേണ്ട. എന്നെപ്പോലെ നാണം കെട്ട് ഊരി തിണ്ടി നടക്കാനാണോ നിന്റെ ഭാവം? ഇന്നത്തെ ഗോവിന്ദനോട് മത്സരിക്കാൻ വേണ്ടികൾ ഒരുപാടുണ്ട്. അന്നത്തെ ഗോവിന്ദനോട് മത്സരിക്ക്.